ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് മലയാളം ഇംപാക്ട്. ഹാർട്ട് ലങ് മെഷീൻ തകരാറിലായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെടൽ. മാസങ്ങളോളം തകരാറിലായ ഹാർട്ട് ലങ് മെഷീൻ പ്രശ്നം പരിഹരിക്കാമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പുതിയ ഹാർട്ട് ലങ് മെഷീൻ സ്ഥാപിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. അതൊക്കെ നേരെയാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടൊക്കെയുണ്ട്. അതിന് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ചില കാര്യങ്ങളിൽ മാത്രം അത് പുതിയ മിഷൻ അവിടെ കൊണ്ട് സ്ഥാപിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മിഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് മിഷൻ വാങ്ങും. അത് ഏതാണ്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. വാർത്ത പുറത്തു കൊണ്ടുവന്ന ആകാശ് തരത്തിൽ ശരിയാണ് കോഴിക്കോട് നിന്ന്. ആകാശ്, എന്തായാലും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് ആരോഗ്യമന്ത്രി പറയുകയാണ്. ഹാർട്ട് ലങ് മെഷീൻ സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുകയാണ്. നിർദ്ദേശം നൽകിയിരിക്കുന്നു ആരോഗ്യമന്ത്രി. തീർച്ചയായും രുചീഷ്, 1.5 മാസക്കാലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹാർട്ട് ലങ് മെഷീൻ തകരാറിലായിട്ട് 2 മെഷീനുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. അതിൽ ഒന്ന് തകരാറിലായപ്പോൾ തന്നെ ദിവസവും 4 സർജറികൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 2 സർജറികളായി മാറി. ഈ രോഗികളും ഈ ശസ്ത്രക്രിയയ്ക്ക് എത്തുന്ന ആളുകളുടെയും ലിസ്റ്റ് നീണ്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. CSR ഫണ്ടിൽ നിന്ന് ഈ ഒരു ഹാർട്ട് ലങ് മെഷീൻ തന്നെ വാങ്ങിക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, ഈ ഹൃദയ ഓപ്പൺ ഹാർട്ട് സർജറികൾക്കെല്ലാം ഈ ശ്വാസകോശത്തിൻ്റെയും കൂടാതെ തന്നെ ഹൃദയത്തിൻ്റെയും താൽക്കാലിക പ്രവർത്തനം ഏറ്റെടുക്കുന്ന മെഷീനാണ്. ഈ സർജറികൾക്ക്, ഹൃദയശാസ്ത്രികൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായും വേണ്ട മെഷീനാണ് 1.5 മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തകരാറിലായത്. അതിനുശേഷം ഏകദേശം ഈ 1.5 മാസക്കാല അളവിൽ തന്നെ നിരവധി രോഗികൾ പല സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറേണ്ടി വന്നു. ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അധികൃതർ തന്നെ അവരെ മറ്റ് ശ്രീചിത്ര ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരം ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 15 വർഷ കാലാവധിയിലാണ് ഈ മെഷീൻ വാങ്ങിയിരുന്നത്. എന്നാൽ 14 വർഷമായപ്പോൾ തന്നെ മെഷീൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. അതിന് കാരണമായി പറഞ്ഞിരുന്നത് നിത്യവും ഇത് ഉപയോഗിക്കുന്നതിനാലാണ് ഈ മെഷീൻ തകരാറായത് എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ആ വിഷയത്തിൽ ഒരു അടിയന്തരമായ ഇടപെടൽ ആവശ്യമായിരുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമ്മൾ അന്ന് ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ ഒരു വേങ്ങര സ്വദേശിനിയായുള്ള ഒരു യുവതി ഇത്തരം ഒരു ശസ്ത്രക്രിയ മുടങ്ങിയ സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, കുട്ടികളുടെ പഠിപ്പുൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവർ വളരെയധികം കഷ്ടപ്പെട്ട് ആ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നു. ആ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരം വലിയൊരു അനാസ്ഥ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. 1.5 മാസത്തോളം ഈ മെഷീൻ തകരാറിലായി എന്ന് പറഞ്ഞാൽ ആകെ 2 മെഷീനുള്ളടുത്ത് ഒരു മെഷീൻ മാത്രമാണ് പ്രവർത്തിച്ചത്. ദിവസവും 4 സർജറികൾ 2 മെഷീൻ ഉള്ളപ്പോൾ ചെയ്തിരുന്നെങ്കിൽ ഒരു മെഷീനായപ്പോൾ അത് 2 സർജറികളിലായി ചുരുങ്ങി. ബാക്കിയുള്ള രോഗികളുടെ ലിസ്റ്റ് നീണ്ടു വന്നു. ആളുകളെല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് മാറ്റുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹാർട്ട് ലങ് മെഷീൻ പുതിയതായിട്ട് വാങ്ങുവാനും CSR ഫണ്ടിൽ നിന്ന് അതിന് പണം വിനിയോഗിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും രോഗികൾക്ക് ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇനി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഈ മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് നിത്യവും ഒരു 4 ശസ്ത്രക്രിയയെങ്കിലും നടത്തുന്ന രീതിയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി മാറണം. എങ്കിൽ മാത്രമേ രോഗികൾക്കും ആശ്വാസമാവുകയുള്ളൂ. അതിനെ ആ മെഷീൻ അടിയന്തരമായി തന്നെ എത്തിക്കണം. ഏകദേശം എന്തായാലും അത് CSR ഫണ്ടിൽ നിന്ന് ആ തുക വിനിയോഗിച്ചുകൊണ്ട് പുതിയ ഹാർട്ട് ലങ് മെഷീൻ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്.